വനത്തിന്റെ മധ്യത്തിൽ വിശന്ന ഒരു ചെന്നായ് ഭക്ഷണം തേടി അലഞ്ഞു നടക്കുകയായിരുന്നു. അതിന്റെ കടുത്ത കണ്ണുകൾ കാടിന്റെ കോണുകളിലൂടെ എന്തോ തിരയുകയായിരുന്നു. അപ്പോൾ നദിക്കരയിൽ മേയുന്ന ഒരു മാൻ ചെന്നായുടെ ശ്രദ്ധയിൽപ്പെട്ടു. മൂടിയ പച്ചപ്പിൽ മാൻ സമാധാനത്തിൽ പുല്ലു തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഒരു മികച്ച ഇരയായിരിക്കും, ചെന്നായ് വിചാരിച്ചു. തന്റെ നീണ്ട മൃദുവായ പാദങ്ങൾ അതീവ ശാന്തമായി മുന്നോട്ട് നീക്കി അങ്ങനെ ഒളിച്ചുകൊണ്ട് മാനിന്റെ അടുത്തെത്താൻ ശ്രമിച്ചു. അതേസമയം മാൻ കൃത്യമായ ജാഗ്രതയോടെ ചുറ്റും ശ്രദ്ധിച്ചു. തിരിഞ്ഞു നോക്കിയ മാൻ ചെന്നായുടെ നോട്ടം തിരിച്ചറിഞ്ഞു. ഒരു മിനിറ്റിനുള്ളിൽ മാൻ മനസ്സിലാക്കി, ഇനി ജീവൻ രക്ഷിക്കാൻ ബുദ്ധി മാത്രം ആശ്രയിക്കാം. മാൻ ധൈര്യത്തോടെ പറഞ്ഞു, എനിക്ക് ഒരു രഹസ്യനിധിയുടെ വിവരം അറിയാം. അതിനെക്കുറിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ചെന്നായുടെ കണ്ണുകളിൽ ഒരായാസം കാണപ്പെട്ടു. മാനിന്റെ വാക്കുകൾ വിശ്വസിച്ച ചെന്നായ് അവനെ പിന്തുടർന്നു. കരിയിലകൾ കൊണ്ട് മൂടിയിരിക്കുന്ന ഒരിടത്തേക്ക് ചെന്നായെ കൊണ്ടുപോയി. ഇവിടെ ഈ കരിയിലകളുടെ താഴെ ഒരു കുഴിയുണ്ട്, അവിടെയാണ് നിധി. ചെന്നായ അവിടെ എല്ലാം തിരഞ്ഞ ശേഷം ഒന്നും നോക്കാതെ അതിന്റെ നടുവിലേക്ക് എടുത്തു ചാടി. അത് കുഴിയിലേക്ക് വീണു. തനിക്ക് അമളി പറ്റി എന്ന് മനസ്സിലാക്കിയ ചെന്നായുടെ കണ്ണുകളിൽ ആശങ്ക നിറഞ്ഞു. ചെന്നായെ, അത്യാഗ്രഹം തന്നെയാണ് നിന്റെ നാശത്തിന് കാരണം. നിനക്ക് ഉള്ളതിൽ സംതൃപ്തനായി ജീവിക്കാൻ പഠിക്കൂ. ഇതും പറഞ്ഞുകൊണ്ട് മാൻ കാടിന്റെ അടിത്തട്ടിലേക്ക് മടങ്ങി. വനം വീണ്ടും ശാന്തമായി. ചെന്നായ ആ കുഴിയിലിരുന്ന് ഒരു വലിയ പാഠം പഠിച്ചു. വിശപ്പും അത്യാഗ്രഹവും മാത്രം പോരാ, അതിനുമപ്പുറമുള്ള ബുദ്ധി ജീവിതത്തിൽ വിജയിക്കാൻ അനിവാര്യമാണ്.